ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വന്യമൃഗത്തിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി ഏറ്റവും ആദ്യമേ ഇപ്പോഴും ഒരു രാഷ്ട്രപ്രസ്ഥാനം മാത്രമല്ല പറഞ്ഞുള്ളൂ, ഒരു വന്യമൃഗം അക്രമകാരിയായ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അതിനെ വെടിവെച്ചിക്കണം, വനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് തന്നെ വെടിവെച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ പറയുകയുണ്ടായി. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 2-3 വർഷക്കാലം മുമ്പ് അന്ന് ഒത്തിരി പ്രതിഷേധങ്ങളുണ്ടായി. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അവിടെ ഒന്നും സംസാരിക്കരുത്. അപ്പോൾ അത് വന്നപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ നിയമമാണ്, കേന്ദ്രത്തിൽ എല്ലാവരും ഒരുമിച്ച് MLA-മാർ ഒരുമിച്ച് പോയി അവിടുത്തെ കേന്ദ്ര വനവകുപ്പ് മന്ത്രിയെ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് വന്ന് 1.25 മണിക്കൂർ സംസാരിച്ചു. ഇവിടെ ഒരു നിയമ ഭേദഗതി ഉണ്ടാകണം, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ എന്താണ്? അത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ 65 സെക്ഷൻ പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാം. വന്യ അക്രമകാരികളായ വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താനോ അതിനെ കൊലപ്പെടുത്തിയാൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് മതി, അത് ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഫലമാണ് കോട്ടയം ജില്ലയിൽ കനമനയിൽ കാട്ടുപോത്ത് വന്ന് 2 കർഷകനെ കുത്തിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പോലും ഓർഡർ ഇടാൻ പറ്റിയില്ല. അതെന്താണ്? വെടിവെക്കാൻ പറഞ്ഞിട്ട് മന്ത്രി ഉൾപ്പെടെ, ബഹുമാനായ കോട്ടയം ജില്ലയുടെ മന്ത്രി ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ചിട്ട് പറ്റാത്തത് കേന്ദ്രത്തിൻ്റെ ഈ നിയമം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ നിയമം പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു തീർച്ചയായും ഇടപെടൽ കേരള കോൺഗ്രസ് എമ്മിന് വളരെ ഒരു പങ്കുണ്ട്. ഇനി അത് പ്രസിഡന്റ് അത് സൈൻ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാലും അതൊരു അല്പ ആശ്വാസം എന്നാണ്, മുഴുവൻ ആശ്വാസമായെന്ന് ഞാൻ പറയില്ല. രണ്ടാമത്തെ കാര്യം വനഭേദഗതി. മൂന്നാമത്തെ കാര്യം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ തന്നെ കൊണ്ടപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിലിരിക്കുക. അപ്പോൾ അത് കർഷകർക്കെതിരായിട്ട് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞങ്ങളാണ് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഡെലിഗേഷനായി മന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ളവരെ പോയി അവിടെ കണ്ടു. അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയപ്പോൾ വ്യവസ്ഥകളിൽ കുഴപ്പമില്ല. പക്ഷെ എന്താണ് കുഴപ്പം? ആ റൂൾ കൊണ്ടുവന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്കായി അത് നമ്മൾ മാറ്റിച്ച് വെക്കുകയുണ്ടായി. പട്ടയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പറയുന്ന ഇടുക്കി മേഖലയിലെ നിയമ ഭേദഗതി കൊണ്ടുവരേണ്ട വന്നു. ആ നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ പൈലറ്റ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പൈലറ്റ് ചെയ്ത് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു മുദ്രാവാക്യം 3 വർഷക്കാലം മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ കർഷകന് ഉപാധിരഹിത സർവസ്വതന്ത്ര ഭൂമി കർഷകൻ്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഇപ്പോഴും ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. അതുപോലൊപ്പം തന്നെ റബ്ബറിൻ്റെ കാര്യം നമുക്കറിയാം. കോട്ടയവുമായി ബന്ധപ്പെട്ട് റബ്ബർ 150 രൂപയായിരുന്നു സപ്പോർട്ട് പ്രൈസ്, അത് 180 ആക്കി. ഞങ്ങൾ പറഞ്ഞു 250 ആക്കണം. പക്ഷേ നമുക്കറിയാം സാമ്പത്തികമായ ഞെരുക്കം കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ നമ്മൾ 200 രൂപയാക്കി. അതിലും കേരള കോൺഗ്രസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ വന്യമൃഗത്തിൻ്റെ അരിക്കൊമ്പൻ്റെ വിഷയം ഇങ്ങനെ നിരന്തരമായി ഇതൊക്കെ ചാനലുകളിൽ മീഡിയക്കകത്ത് മാസങ്ങളോളം നിന്ന വിഷയങ്ങളാണ്. ഇടപെട്ടിട്ട് പരിഹാരം കാണുവാൻ EWSയുമായി ബന്ധപ്പെട്ട് പിന്നോക്കം നിൽക്കുന്ന ആ 10% സംവരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഈ പറയുന്നത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന വിഷയം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അല്ലേ, ഇവിടെ സമരങ്ങൾ നടന്നു, സഭയുടെ നേതൃത്വം നടന്നു. അപ്പോൾ അവിടെ NSSന് അവിടെ അധ്യാപക നിയമനം അവിടെ കൊടുക്കാൻ സുപ്രീം കോടതി പോയി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നു. ഞാനും ചോദിച്ചു. പക്ഷേ അതിലേക്ക് നിയമത്തിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതി പറഞ്ഞു സമാനമായ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. ഇവിടെ ഓർക്കുന്നുണ്ടാവും, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചങ്ങനാശ്ശേരിയിൽ വന്നതും അതുകൂടാതെ സർക്കാരിൻ്റെ അടുത്ത് ചർച്ചകൾ നടത്തി സർക്കാരിനോട് അനുകൂലമായ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവിടെ SLP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായ അധ്യാപകർ സുപ്രീം കോടതിയിൽ പോയി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് അനുവാദം മേടിച്ചിട്ടേ പോകാവൂ, അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. പക്ഷേ ആ കേസ് ഇത് ഡിലേ ചെയ്ത് കാരണം ഇത്രയും പേർക്ക് നോട്ടീസ് അയക്കണം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസവും ഞാൻ
ഇതിൻ്റെ നിയമവകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രിയായി കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സ്റ്റാൻഡിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ കേസ് എത്രയോ അഡ്വാൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും അഡ്വാൻസ് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട. പക്ഷേ ഇത് സുപ്രീം കോടതിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ജനങ്ങളിൽ അല്ലെങ്കിൽ അധ്യാപകരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസ്ഥാനങ്ങളിൽ ഇത് കൃത്യമായ ഒരു മെസ്സേജ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഛത്തീസ്ഗറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ ഈ പറഞ്ഞ സിസ്റ്റേഴ്സ്, ആ സിസ്റ്റേഴ്സിനെ ആ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അന്ന് പാർലമെൻറ്റ് നടക്കുകയും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാധ്യമങ്ങൾ എടുത്തു, എത്രയോ ആളുകൾ ഇത് ചെയ്തു. പക്ഷേ അവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസ് പോയി, എല്ലാവരും പോയി. പക്ഷെ ഒരു കാര്യമുള്ളത്, പോയി അവരുമൊക്കെ അവിടെ സംസാരിച്ചു, തിരിച്ചന്ന് തന്നെ വന്നു. പക്ഷേ 5 ദിവസം അവിടെ ആ പറയുന്ന ഛത്തീസ്ഗറിൽ അവിടെ താമസിച്ച് ബെയിൽ കിട്ടുന്നോടം വരെ അവിടെ കേരള കോൺഗ്രസ് പാർട്ടി, അതിനകത്ത് CPM-ഉം CPI-യും അവിടെയുള്ള മുഴുവൻ MP-മാരും വന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഒരു കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞു. കാരണം CPM-നും CPI-ക്കും അവിടെ ചില യൂണിയനുകളും സംഘടനകളും ഉള്ളതുകൊണ്ട് കേസ് കൊടുക്കാൻ അവർക്കാണ് സാധിച്ചത്. മറ്റൊരു പേടിച്ചൊരു കേസ് പോലും കൊടുക്കുന്നില്ല. അവിടെയും നമ്മൾ ഇടപെടുവാൻ, കന്യാസ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ് നമുക്കറിയാം. സപ്പോസ് നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. റേഷൻ കാർഡ് ഈ സർക്കാർ തന്നെയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളൂടെ അതിനകത്ത് ഇടപെട്ട് ഇത് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റർ മേരി ബനിഞ്ചയുടെ കവിതയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിൽ അതിൻ്റെ സിലബസിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കവിത കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായും അത് സാംസ്കാരിക മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ്. ചാവറ പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അത് നീക്കം ചെയ്തിരുന്നു, വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് പല കാര്യങ്ങളും ഇപ്പോൾ മോണ്ടി തേഴ്സ്ഡേ അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഞാനേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അല്ല പറയുന്നത്. പലപ്പോഴും നിങ്ങൾ എന്ത് നേടി എന്ന് പലപ്പോഴും മീഡിയ ചോദിക്കുമ്പോഴും പല ആളുകളും ചോദിക്കുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പെട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ മുനമ്പത്തിൻ്റെ ഇഷ്യൂ, ആ മുനമ്പത്തിൻ്റെ ഇഷ്യൂവിൽ ഏറ്റവും ആദ്യമേ അവിടെ പോയി കണ്ടത് സംസ്ഥാന തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ്സാണ് പോയത്. അതിനുശേഷം അതിന് തീരുമാനമാകാതെ മാസങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈദികനും അവിടുത്തെ ആക്ഷൻ കൗൺസിലും പാലാ വീട്ടിൽ വന്നു. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന് എന്ത് ചെയ്യാൻ കഴിയും, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇത് കോടതിയിലുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ലാൻഡ് ടാക്സ് അടയ്ക്കണമെന്നുള്ളതാണ്. അപ്പോൾ കോടതി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ആ സെക്കൻഡിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അവരെല്ലാം വന്ന് ലാൻഡ് ടാക്സ് എടുത്തു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയൊരു ചർച്ചയായിരുന്നല്ലോ. ഒരു സമുദായത്തിനും എതിരല്ല ഞങ്ങൾ, പക്ഷേ അതിനൊരു ക്ലോസ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ അവർക്ക് അനുവാദമില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഇന്ത്യയിലുള്ള ഏത് പൗരനും അവന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുവാനുള്ള ഒരു അനുവാദം, ഒരു അവകാശം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില്ലാതെ വന്നപ്പോൾ അതിനെ ഞങ്ങൾ ഈ പറഞ്ഞ അമെൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സമുദായത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ക്ലോസുകളും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ് എടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ സ്റ്റാൻഡ് എടുത്തതും അതിനകത്ത് ചങ്കുറ്റത്തോടെ എടുത്തത് അത് തെറ്റായ ഒരു തീരുമാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ബാക്കി തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലോസുകളൊക്കെ ഒരു സമുദായത്തിന് എതിരായി വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ബോർഡിൽ മുസ്ലിം മാത്രമേ കാണാൻ പാടുള്ളൂ, അവിടെ ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെയോ വെക്കാൻ പാടില്ല. അത് വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഇടപെടുവാൻ കഴിഞ്ഞു. ഇപ്പോൾ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നത്, ഇത് കൊല്ലത്ത് ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ആദ്യമേ ഈ പറഞ്ഞ കേരള സംസ്ഥാനത്ത് ആരും ഇതുമായിട്ട് സംസാരിച്ചില്ല. അത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയം കൊണ്ടുവന്നത്. അവിടെ കൃത്യമായി പറഞ്ഞു, ഇതൊരിക്കലും പാടില്ല, നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതാണ്, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം സമരങ്ങൾ നടത്തി. എന്താണ്, പരിസ്ഥിതി പഠനം പോലും നടത്താതെ ടെൻഡർ കൊടുത്തതിന് ശേഷം മന്ത്രി പറയുകയാണ്
അത് കോൺട്രാക്ടർ ചെയ്തോളും, എടുത്തയാൾ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ ഇത് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്താൽ പോലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ പറയുന്ന ഖനനം നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക്? പക്ഷേ അവർക്ക് നമ്മൾ ഇടപെട്ടതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരു വശത്തുണ്ട്, ഇടപെട്ടുകൊണ്ട് റോയൽറ്റി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പോവുകയും ഇതുമായി ഇടപെടുകയും അങ്ങനെ നിരവധി ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ഡൽഹിയിൽ പോയതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 28 രൂപ 20 പൈസയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 50 പൈസ 30 പൈസ കൂട്ടി. പക്ഷേ കേരള കോൺഗ്രസ് ഇടപെട്ട് അവിടെ 30 രൂപയ്ക്ക് ഈ ഇടപെട്ട് ഇത് പോരാ 40 രൂപയാക്കണം. എവിടെയാണ് ഇതിൻ്റെ ഫണ്ട്? അതുവരെ ഇത് കാണിച്ചു കൊടുത്തു. ഇത് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ആ ഭൂമി തരം മാറ്റുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 1600 കോടി രൂപയോടെ ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന നെല്ലുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇനി മണിക്കൂറുകളോളം പറയാൻ കാണും. പക്ഷേ ഒരു പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നും ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ പ്രതിപക്ഷം എടുക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ, ഇപ്പോൾ കടഖനനം അല്ലെങ്കിൽ വന്യമൃഗം യാത്ര ഇതൊക്കെ നടത്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഓഡിറ്റിംഗ് എടുത്ത് നോക്കിയാൽ ആരോപണം വന്ന് ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സമരങ്ങൾ, ആ വിവാദങ്ങൾ, ഈ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ടെന്നല്ല, അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇന്ന് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഒരു സമരം നടത്തുകയല്ല, ഇടപെടലുകൾ നടത്തുകയല്ല, അതിന് പരിഹാര മാർഗം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇതിൻ്റെ ഓഡിറ്റിംഗ് ഇന്ന് നടത്തിയ നമ്മുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ഇത്രയും കാര്യങ്ങൾ കേരള കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും പല നേതാക്കന്മാരും പറഞ്ഞു അത് ആ തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആത്മപരിശോധന നടത്തണം, ഇത് ജനങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ഫലങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ.